ഒരു ഹസ്ബൻഡ് ഡോക്ടറെ കാണാനായിട്ട് എത്തി. ഡോക്ടറോടായിട്ട് അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ പരിശോധിച്ചിട്ട് എന്നെ വേഗം പറഞ്ഞയക്കണം. ഇത് കേട്ട ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്ര ധൃതി? എനിക്ക് എൻ്റെ ഭാര്യയുമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതാണ്. ഇത് കേട്ട ഡോക്ടർ വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിനാണോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതെ, എൻ്റെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആണ്. അവൾക്ക് എന്നെ തിരിച്ചറിയില്ല, പക്ഷെ എനിക്ക് അവളുമായിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത് കേട്ട ഡോക്ടർ വളരെ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തോടായി ചോദിച്ചു, താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കളെ തിരിച്ചറിയില്ല, അൽഷിമേഴ്സ് ആണെന്ന് താങ്കൾ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അവരോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? അപ്പോ ഇദ്ദേഹം പറഞ്ഞ മറുപടി ഡോക്ടറെയും എല്ലാവരെയും ചിന്തിപ്പിച്ച ഒന്നായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് അവളെ തിരിച്ചറിയാം. ഈ തിരിച്ചറിവാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന മൂന്നക്ഷരം അർത്ഥവ്യക്തമാകുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെയാണ്. മാധവിക്കുട്ടി പറഞ്ഞ ഒരു കോട്ടുണ്ട്, സ്നേഹം അത് പ്രകടമായി തന്നെ എനിക്ക് വേണം. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ശവക്കല്ലുകളെ കൊണ്ട് നിങ്ങൾ ഓരോ പൂക്കൾ ഇട്ടിട്ട് ഞാൻ വല്ലതും അറിയുമോ? സ്നേഹം അത് പ്രകടമായി തന്നെ എനിക്ക് വേണം. സ്നേഹം എന്ന മൂന്നക്ഷരം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നതും കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുമാണ്. അത് മതഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ പരസ്പരം അന്യോന്യം സ്നേഹിച്ചും അന്യോന്യം കൊടുക്കാനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ സ്നേഹം എന്ന പദം ഏറ്റവും സുഖസുന്ദരമായി മാറും. അങ്ങനെ മതഗ്രന്ഥങ്ങൾ പറയുന്ന പോലെ പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കപ്പെടാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.